നമസ്കാരം. ജാതക കഥകളിലെ 51-ാമത്തെ കഥ പരുന്തും നായാടിയും. കാശി രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള ഒരു കാട്. അവിടെ ഒരു നായാടി പക്ഷിവേട്ടയ്ക്കായി എത്തി. കൂടെ പ്രാപ്പിടിയനുമുണ്ട്. ഏറെ നേരം ശ്രമിച്ചിട്ടും പക്ഷികളെ ഒന്നിനെയും കിട്ടിയില്ല. അപ്പോൾ അതാ ഒരു വലിയ വൃക്ഷത്തിൽ ഒരു പരുന്തിരിക്കുന്നു. പ്രാപ്പിടിയൻ ചെന്ന് പരുന്തിനെ ഓടിച്ചു. പരുന്തൊഴിഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് പറന്നിരുന്നു. പ്രാപ്പിടിയനും പുറകെ കൂടി. നായാടിയും പരുന്തിൻ്റെ അടുത്തേക്ക് ഓടി. ഏറെ ശ്രമിച്ചിട്ടും പരുന്തിനെ കിട്ടിയില്ല. അപ്പോൾ നായാടിക്ക് ഒരു ബുദ്ധി തോന്നി. ഒരു മരക്കൊമ്പ് മുറിച്ച് പിടിച്ചാലെന്താ? മരമാണെന്ന് കരുതി പരുന്ത് അതിൽ വന്നിരുന്നാൽ പിടിക്കാൻ എളുപ്പമായി. പിന്നെ താമസിച്ചില്ല. നായാടി ഉടനെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ ധാരാളം ഇലകളുള്ള ഒരു ചില്ല മുറിച്ചെടുത്തു പിടിച്ചു. അങ്ങനെ പിടിച്ചപ്പോൾ ഇലകളുടെ മറവിൽ നായാടിയെ കാണുകയേയില്ല. അയാൾ ആ മരച്ചില്ലയുമായി അനങ്ങാതെ ഒരിടത്ത് നിന്നു. പിന്നെ പരുന്തിൻ്റെ അടുത്തേക്ക് മെല്ലെ നടന്നു. അടുത്തടുത്തെത്തുമ്പോൾ അനങ്ങാതെ നിൽക്കും. കുറേ ആയപ്പോൾ പരുന്തിനൊരു സംശയം. താൻ പോകുന്നിടത്തേക്കെല്ലാം ഒരു മരം കൂടി വരുന്നുണ്ടല്ലോ. അവൻ ശ്രദ്ധിച്ചു നോക്കി. ശരിയാണ്, മരം നടക്കുന്നു. ഇത് തന്നെ ചതിക്കാൻ നായാടി ചെയ്ത പണിയാണെന്ന് പരുന്തിന് മനസ്സിലായി. പിന്നെ പരുന്ത് അവിടെ നിന്നില്ല. ദൂരേക്ക് പറന്നുപോയി. നായാടി പാടുപെട്ടത് മിച്ചം. നന്ദി.